ബിവോക് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പേപ്പർ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് യൂണിറ്റ് 2 ചാപ്റ്റർ 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിനി പറയാൻ പോകുന്നത് ഫ്രാഞ്ചൈസിങ്ങിൻ്റെ മറ്റ് അഡ്വാൻറ്റേജസ് ആണ്. ആ ടേബിളിൽ കൊടുത്തത് പോരാതെ കുറച്ചുകൂടിയുള്ള ഡീറ്റെയിൽ ആയിട്ടാണ് വരുന്നത്. ഒരു ഫ്രാഞ്ചൈസ് വാങ്ങുന്ന സമയത്ത് അത് അട്രാക്റ്റീവാണ് കുറേ റീസൺസ് കൊണ്ട് തന്നെ. ഓൾറെഡി പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്, ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ഫ്രാഞ്ചൈസസിന് ഓൾറെഡി ഒരു പ്രൂവൻ സക്സസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ബിസിനസ് മോഡൽ തന്നെ കാഴ്ചവെക്കാനായിട്ട് പറ്റും. പിന്നെ ബിസിനസ് ഡാറ്റ അതായത് ഫ്രാഞ്ചൈസിൻ്റെ ഫെയിലിയേഴ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സ്റ്റഡി ചെയ്യാനും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. പിന്നെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ലോവർ ഫെയിലിയർ റേറ്റിന് കൂടുതലും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈലി സെലക്റ്റീവ് ആയിട്ടായിരിക്കും നമ്മൾ ഫ്രാഞ്ചൈസസ് ഗ്രാൻഡ് ചെയ്യുക. അതായത് പെട്ടെന്ന് അങ്ങോട്ട് പോയി ചോദിക്കുമ്പോഴത്തേക്കും ഫ്രാഞ്ചൈസ് കിട്ടണമെന്നില്ല. അപ്പോൾ അത്രയും ഡിസ്കഷൻസും അത്രയും ചിന്തിച്ചിട്ടും കാര്യങ്ങളിലൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫ്രാഞ്ചൈസ് കിട്ടുന്നത് ഹൈലി സെലക്റ്റീവ് ആയിരിക്കും. പിന്നെ അഡീഷണൽ പറയുമ്പോൾ ഇത്തിരി സ്പെസിഫിക് ആയിരിക്കും. റീസൺസ് ഒക്കെ വളരെയധികം റീസൺസ് അനുസരിച്ചിട്ടാണ് ആവുള്ളൂ ഈ ഫ്രാഞ്ചൈസ് നമുക്ക് ലഭിക്കുള്ളൂ. അതുപോലെ അട്രാക്റ്റീവ് ആണ്. ട്രെയിനിങ് ആണെങ്കിലും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണെങ്കിലും ഓപ്പറേറ്റിംഗ് ബെനിഫിറ്റ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ ഒരു സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുന്ന സമയത്ത്, അതായത് ഒന്നുമില്ലാതെ തുടങ്ങുന്ന ബിസിനസ്സിനേക്കാളും എന്തുകൊണ്ടും ഭേദം ഒരു ഫ്രാഞ്ചൈസ് ആണ്. കാരണം ഇത്രയും ഈ പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണെങ്കിലും ട്രെയിനിങ് ആണെങ്കിലും ഓപ്പറേറ്റിംഗ് ബെനിഫിറ്റുകളൊക്കെ കൂടുതൽ ഫ്രാഞ്ചൈസിനാണ് വരുന്നത്. എക്സാമ്പിളാണ് പറയുന്നത്, മെക്ഡൊണാൾഡ്സ് കുറേ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അല്ലേ, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, ഫിനാൻസിങ് കൊടുക്കുന്നില്ല. അതൊരു എക്സാമ്പിളാണ് പറയുന്നത്. അസിസ്റ്റൻസിൻ്റെ കേസിൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. ഒന്ന് ട്രെയിനിങ് അസിസ്റ്റൻസ്, ഒന്ന് ഫിനാൻസിങ് അസിസ്റ്റൻസ് എന്നൊക്കെ ഉള്ള പോലെ. ദെൻ ട്രെയിനിങ്ങിൻ്റെ കേസ് വരുന്ന സമയത്ത് ഫ്രാഞ്ചൈസേഴ്സ് കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് സ്മോൾ ഓൺട്രപ്രണേഴ്സിനായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മാനേജർ സ്കിൽസിലുള്ള വീക്ക്നെസ് ഒക്കെ എന്താക്കാൻ പറ്റും, കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ ഫ്രാഞ്ചൈസർ കൊടുക്കുന്ന ഒരു ഇനീഷ്യൽ പീരീഡ് ജോയിൻ ചെയ്താൽ കുറച്ച് നാളത്തേക്ക്, മേ ബി ഡേയ്സ് ആയിരിക്കും അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളായിരിക്കും നല്ല രീതിക്ക് ഒരു ട്രെയിനിങ് കാര്യങ്ങൾ കിട്ടുക. അത് കറക്റ്റായിട്ടുള്ള ലൊക്കേഷനിലേക്ക് അത് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, ഫ്രാഞ്ചൈസ് സൈറ്റിലേക്ക് കൊടുക്കുക. അപ്പോൾ മെക്ഡൊണാൾഡ്സിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ആദ്യം ട്രെയിനിങ് കൊടുക്കുന്നത് ഹാംബർഗർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. പിന്നെ ഓഫ് സൈറ്റ് ഫ്രാഞ്ചൈസ് വരുന്നത്. പിന്നെ ക്വിക്ക് കോപ്പി പ്രിൻറ്റിങ്, അത് അനദർ ഫേമസ് ആയിട്ടുള്ളൊരു ഫ്രാഞ്ചൈസറാണ്. ഇവരവർ ടെക്നിക്കൽ ആസ്പെക്റ്റുകൾ എന്തിനെക്കുറിച്ച്, പ്രിൻറ്റിങ് ബിസിനസ്സിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അക്കൗണ്ടിങ്, അതുപോലെ കമ്പ്യൂട്ടർ പർച്ചേസിങ്, യൂസ്, ലീഡർഷിപ്പ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രെയിനിങ് ഫെസിലിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് നോർത്ത് വെസ്റ്റ് ഫോറസ്റ്റിലാണ്, ഹോസ്റ്റൺ ടെക്സാസിലാണ് കൊടുക്കുന്നത്, അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ അവിടെയായിട്ട്. പക്ഷേ ഫ്രാഞ്ചൈസി ട്രെയിനീസ് പെട്ടെന്ന് തന്നെ റിയലൈസ് ചെയ്ത് 3 ആഴ്ചയ്ക്കുള്ള ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള വർക്കിംഗ് പീരീഡും ടൈം പീരീഡും ഒക്കെ മാറും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പേഴ്സണൽ സർവീസസ്, എക്സ്പ്രസ് പേഴ്സണൽ സർവീസ് EPS എന്ന് പറയുന്നത് ഒരു ഇനീഷ്യൽ ട്രെയിനിങ്ങിന് കൊടുക്കുന്ന ഫ്രാഞ്ചൈസസ് പ്രൊവൈഡ് ചെയ്യുന്ന ആദ്യത്തെ ഒരു ടൈമിൽ കൊടുക്കുന്ന സർവീസസ് ആണ് EPS എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ സ്റ്റുഡൻസിൻ്റെ കേസുകളാണ് പറയുന്നത്. സാധാരണഗതിയിൽ ലേണിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു ലേണിംഗ് കരിക്കുലത്തിൽ വരുന്ന കണ്ടീഷൻസ്, ഒക്ലാഹോമ സിറ്റിയിൽ EPSൻ്റെ 2 ആഴ്ചത്തെ ട്രെയിനിങ്ങിൽ അല്ലെങ്കിൽ ലേണിംഗ് പ്രോഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റുഡൻസിന് നല്ല രീതിക്ക് വളരാനും അതുപോലെ സ്റ്റഡി ചെയ്യാനും ഫങ്ഷൻസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഫങ്ഷൻ ചെയ്യണം പല പല ഓഫീസുകളിൽ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ധാരണ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള സ്റ്റഡി സ്ഥലത്ത് നിന്ന് EPSൻ്റെ അനുസരിച്ചിട്ട് കിട്ടുന്നുണ്ട്. 3 പില്ലേഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബിസിനസ്സിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത്. ഒന്ന് സെയിൽസ്, പിന്നെ റിക്രൂട്ടിങ്, പിന്നെ മൂന്നാമത്തെ സർവീസാണ്. 2 ആഴ്ചയോളം ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ സെയിൽസും, ഇൻസൈഡ് സെയിൽസ്, ഔട്ട്സൈഡ് സെയിൽസ്, അതുപോലെ ബിസിനസ് മാനേജ്മെൻ്റ് ഒക്കെ പഠിക്കാനായിട്ട് പറ്റും. 3rd വീക്കൊക്കെ ആവുന്ന സമയത്ത് ഫ്രാഞ്ചൈസിലേക്ക്, അതായത് പുതിയ ഫ്രാഞ്ചൈസീൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഇത്രയും ഫങ്ഷൻസ്, മേജർ ബിസിനസ് ഫങ്ഷൻസൊക്കെ അവർക്ക് പെർഫോം ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഓൺട്രപ്രണേഴ്സിൻ്റെ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ, എവിടെ നിന്നാണ് ഇവർക്ക് ഈ പൈസ കിട്ടുന്നത് എന്നുള്ളത് ഇത്തിരി ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓൺട്രപ്രണേഴ്സ് കൂടുതലും അതായത് ബൊറോ ചെയ്തിട്ടായിരിക്കും ആ ഒരു പോയിന്റിൽ അവർ പൈസ അറേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഫ്രാഞ്ചൈസിങ് ഓർഗനൈസേഷനായിട്ട് നമ്മൾ ടീമപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആസ്പയറിങ് ഫ്രാഞ്ചൈസിക്ക് എന്ത് കിട്ടും,
ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ എൻഹാൻസ്മെൻറ്റ് കിട്ടും. മാത്രമല്ല എന്താണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടാനുള്ള പല പല മെത്തേഡ്സ് ആണെങ്കിലും പരിചയക്കാരാണെങ്കിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഫ്രാഞ്ചൈസിങ് ഓർഗനൈസേഷൻ നമ്മുടെ അപ്ലിക്കൻറ്റിനെ കറക്റ്റായിട്ട് ഇവർക്ക് സക്സസ് കിട്ടാൻ ചാൻസ് ഉള്ള ബിസിനസ്സാണ്, അല്ലെങ്കിൽ നല്ല രീതിക്ക് വളരാൻ ചാൻസ് ഉള്ള ഗ്രോത്ത് ഉള്ള ഒരു ബിസിനസ് ഐഡിയ ആണ് എന്നുണ്ടെങ്കിൽ ഫ്രാഞ്ചൈസിങ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ടുള്ള ഹാൻഡ് ഫിനാൻഷ്യലി, അതായത് ഫൈനാൻഷ്യലി അവരെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് മുന്നിലേക്ക് വരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബിസിനസ് ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഓൺട്രപ്രണർക്ക് എന്ത് വരില്ല, ആ ഒരു ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ പറയുന്നത് ജിഫി ലൂബ് ഫ്രാഞ്ചൈസ്, ഇത് ഫുള്ള് ഇംഗ്ലീഷ് ആൻഡ് അമേരിക്ക അല്ലെങ്കിൽ ആ ഒരു സൈഡിലേക്ക് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചതിന് നോക്കുക. ഓക്കെ, ഇപ്പോൾ ജിഫി ലൂബ് ഫ്രാഞ്ചൈസ് അതിൻ്റെ ആദ്യകാലത്ത് തുടക്കൽ ഫ്രാഞ്ചൈസർക്ക് എന്താണ് ലോണ് ഫ്രാഞ്ചൈസി ഫണ്ടിൽ നിന്നും എന്താണ് റിയൽ എസ്റ്റേറ്റിൽ നിന്നൊക്കെയാണ് അവർ എന്ത് ചെയ്തത്, ഈ പറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് അവർ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രാഞ്ചൈസി എന്താണ് പെർമിറ്റ് ചെയ്ത സമയത്ത് നോക്കുന്ന സമയത്ത് അവർക്ക് എന്ത് കിട്ടി, പേയ്മെൻറ്റ്സിലൊക്കെ ഡിലേ വന്നു, അല്ലെങ്കിൽ പ്രൊഡക്ട്സിലൊക്കെ ഡിലേ വന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, അവർക്ക് പാരൻ്റ് ഓർഗനൈസേഷനിൽ നിന്നും പ്രൊഡക്റ്റുകൾ സപ്ലൈസ് കാര്യങ്ങൾക്ക് വേണ്ട പൈസ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഫ്രാഞ്ചൈസി വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്നും ഇൻക്രീസ് ചെയ്യാനായിട്ട് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് കോപ്പപ്പ് ചെയ്യാൻ പറ്റി. ഒരു സ്ഥലത്ത് എങ്ങാനും കുറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് അവർക്ക് ക്യാപിറ്റൽ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അത് സെയിൽസിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ സെയിൽസ് കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ മെത്തേഡ്സാണ് പറയുന്നത്. ഇതിൽ US സ്മോൾ ബിസിനസ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്, നെക്സ്റ്റ് ഓഡിയോയിൽ ഉണ്ടായിരിക്കും.